ഇതിനെ വെല്ലാൻ ഇവിടെ ഒരു പാർട്ടിക്കും 30 വർഷം ഭരിച്ചാലും ശരി, 30 വർഷം അഴിമതി നടത്തിയത് ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയുള്ള വമ്പിച്ച തുടക്കമായിരിക്കും 11-ാം തീയതി. പെരിന്തൽമണ്ണയിൽ UDFന്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന കാര്യത്തിൽ ഏകദേശം ധാരണയായി കഴിഞ്ഞു. ഒരുപക്ഷെ കുറെ വർഷങ്ങൾക്കിപ്പുറം ഒറ്റക്കെട്ടായി UDF നഗരസഭ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തയ്യാറെടുപ്പ് പൂർണ്ണമാക്കി കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. വെറും അരമണിക്കൂർ നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് വെറും അരമണിക്കൂർ കൊണ്ട് ചർച്ച പൂർത്തിയാക്കി 20 സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിക്കാനും 17 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കാനും ധാരണയായി എന്നാണ് നേതാക്കൾ നമ്മളെ അറിയിച്ചത്. ഇതിൽ ഒരു സീറ്റ്, ഒരുപക്ഷെ മുസ്ലിം ലീഗിന്റെ ഒരു സീറ്റ് UDFനെ പിന്തുണയ്ക്കുന്ന ഏതോ ഒരു കക്ഷിക്ക്, അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, കക്ഷിക്ക് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറിയും UDF കൺവീനറുമായ പ്രൊഫസർ നാലകത്ത് ബഷീർ, അതുകൂടാതെ കോൺഗ്രസിന്റെ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അറഞ്ഞിക്കൽ ആനന്ദൻ, ഇവർ രണ്ടുപേരും നമ്മോടൊപ്പമുണ്ട്. മുസ്ലിം ലീഗ് നേതാവുണ്ട്, കോൺഗ്രസ് നേതാവ് നമ്മോടൊപ്പമുണ്ട്. അത് നമുക്ക് മുസ്ലിം ലീഗ് നേതാവ് നാലകത്ത് ബഷീറിനോട് ചോദിക്കാം. ആദ്യമായിട്ടായിരിക്കും ഇത്ര പെട്ടെന്ന് സീറ്റിന്റെ ധാരണയായി. മത്സരരംഗത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ പിറ്റേ ദിവസം നിങ്ങൾ കൺവെൻഷൻ വിളിച്ച് സ്ഥാനാർത്ഥികളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തും. വിജയ ശതമാനം 100% എന്ന് തന്നെ നിങ്ങളുടെ പ്രവർത്തകർക്കുണ്ട്. എങ്ങനെ പ്രതികരിക്കുന്നു? വിജയം 100-ൽ നിന്ന് 101%-ലേക്കാണ് ഞങ്ങളത് ഉയർത്തിയിരിക്കുന്നത്. നമുക്ക് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ബെറ്റർ ബിഗിനിങ് ഈസ് ഹാഫ് ഡൺ എന്ന്. നന്നായി തുടങ്ങിയാൽ പകുതി പൂർണ്ണമായതിന് തുല്യമാണെന്ന്. ഇവിടെ UDF നന്നായി തുടങ്ങി. അരമണിക്കൂർ പറഞ്ഞതുപോലെ തന്നെ അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ UDFന്റെ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായി. ആ സീറ്റ് വിഭജന ചർച്ച ഞങ്ങൾ UDFിലെ കോൺഗ്രസ് എന്നോ ലീഗെന്നോ എന്നുള്ള ചിന്ത ഞങ്ങൾക്കില്ല. UDF എന്നുള്ള ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞു പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ ഈ UDF കമ്മിറ്റി. അങ്ങനെ ഒരു പാർട്ടിയായിട്ടാണ് ഞങ്ങൾ ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ ഇപ്പോ നിങ്ങളുടെ കൺവെൻഷനൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ നിങ്ങൾ കൺവെൻഷൻ നടത്തി നിങ്ങൾ സ്ഥാനാർത്ഥികളെയൊക്കെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തലുണ്ടാവുമല്ലോ. അപ്പൊ എങ്ങനെയൊക്കെയാണ് സ്ഥാനാർത്ഥികളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്? ഈ നവംബർ 11-ാം തീയതി 3 മണിക്ക് പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വിപുലമായ കൺവെൻഷൻ വെച്ചിരിക്കുകയാണ് UDFന്റെ. ആ കൺവെൻഷനിലെ ടൗൺ ഹാൾ അടക്കം ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ വരുന്നത്. 37 സ്ഥാനാർത്ഥികളെ നിർത്തി നിയോജക മണ്ഡലം MLAയും ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഹമീദ് മാസ്റ്ററും അതുപോലെ തന്നെ KPCC ജനറൽ സെക്രട്ടറി വി ബാബുരാജും തുടർന്നുള്ള ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരുടെയും മുന്നിൽ വെച്ച് ജനറൽ സെക്രട്ടറിയും ഇവർ 3 പേരും, ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് മാഷും നജീബ് കാന്തപുരം MLAയും അതേപോലെ തന്നെ വി ബാബുരാജ് KPCC ജനറൽ സെക്രട്ടറിയും ചേർന്നുകൊണ്ട് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് അവിടെ പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപിക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് എല്ലാവരെയും ഷാൾ അണിയിച്ച് അവിടെ വെച്ച് തന്നെ സ്വീകരിക്കുകയും അതിനുശേഷം ടൗണിലൂടെ പ്രവർത്തകരോട് ഒന്നിച്ചുകൊണ്ട് വമ്പിച്ച ഒരു പ്രകടനം UDF പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ ഒറ്റക്കെട്ടാണ് എന്ന് ജനങ്ങളെ വിളിച്ചോതുന്ന രീതിയിലുള്ള ഒരു പ്രകടനവും, ഇതിനെ വെല്ലാൻ ഇവിടെ ഒരു പാർട്ടിക്കും 30 വർഷം ഭരിച്ചാലും ശരി, 30 വർഷം അഴിമതി നടത്തിയത് ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയുള്ള വമ്പിച്ച തുടക്കമായിരിക്കും 11-ാം തീയതി എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ. പ്രചരണ രംഗത്ത് സജീവമാകുന്നതിന് മുമ്പായിട്ട് ഇപ്പോ പ്രചരണം പല ഭാഗങ്ങളിലൊക്കെ ഓരോ സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ട് പ്രചരണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയും ചെറിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെയുള്ള പ്രചരണമാണ്. അപ്പോൾ പ്രചരണ കൊഴുപ്പിക്കുന്നതിന് നഗരസഭ, നിങ്ങളുടെ ഒരു വലിയ സ്വപ്നമെന്ന് പറയാം നഗരസഭ പിടിച്ചെടുക്കല്. നിങ്ങൾക്കിപ്പോൾ 100% കൂടുതൽ പ്രതീക്ഷയുമുണ്ട്. അപ്പോൾ വലിയ നേതാക്കളൊക്കെ ഇനിയിപ്പോൾ പ്രചരണ രംഗത്ത് വരുമായിരിക്കും. എങ്ങനെയൊക്കെ പ്രചരണം സംഘടിപ്പിക്കാൻ, അതായത് പല രീതിയിലും പ്രചരണം കൊഴുപ്പിക്കാമല്ലോ, അതിനെന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോ? ഞങ്ങള് പ്രചരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തുള്ള പ്രചരണം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തന്നെയാണ്. ആ സോഷ്യൽ മീഡിയക്കുള്ള UDF തലത്തിലുള്ള ഒരു വിങ് അടക്കം നമ്മൾ രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ വിങ് ആ തരത്തിലുള്ള വളരെ സജീവമായിട്ടുള്ള കൂടിയാലോചിച്ച് വളരെ വ്യക്തമായി ജനങ്ങളിലേക്ക് ഈ 30 വർഷത്തെ ഭരണ വൈകല്യങ്ങൾ എത്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനുള്ള താമരത്ത് ഉസ്മാൻ ജില്ലാ സെക്രട്ടറി താമരത്ത് ഉസ്മാന്റെ നേതൃത്വത്തിൽ ആ തരത്തിലുള്ള ഒരു പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറിയും UDF കൺവീനറുമായ പ്രൊഫസർ നാലകത്ത് ബഷീർ നമ്മോട് പ്രതികരിച്ചു. അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. 6-ാം വാർഡിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്. പിന്നെ വിജയിച്ചതിന് ശേഷമാണ് ആരാണ് ചെയർമാൻ, വൈസ് ചെയർപേഴ്സൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കെങ്കിലും
വർഷങ്ങളുടെ രാഷ്ട്രീയ രംഗത്ത്, പെരിന്തൽമണ്ണയുടെ രാഷ്ട്രീയ രംഗത്ത് വർഷങ്ങളുടെ പഴക്കമുള്ള ജനകീയരായ നേതാക്കളിൽ പല ആളുകളും ഇത്തവണ മത്സര രംഗത്തുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ജനങ്ങൾ അറിയുന്നവർ തന്നെ മത്സരരംഗത്ത് വേണം. അതുകൂടാതെ യുവാക്കൾക്ക് നല്ല രീതിയിൽ പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്, യുവതികൾക്ക് പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് തന്നെയാണ് നേരത്തെ അദ്ദേഹം നമുക്ക് തരികയുണ്ടായി. നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴും പ്രധാനമായിട്ടും UDF വിജയസാധ്യത മുന്നിൽ കണ്ടുള്ള ഒരു ലിസ്റ്റാണ് തയ്യാറാക്കിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ കോൺഗ്രസും മുസ്ലിം ലീഗും രണ്ട് പാർട്ടിയുടെ നേതാക്കൾ ഒരുമിച്ച് നമ്മോടൊപ്പം ഉണ്ട്. കാരണം ഇവിടെ അതായത് ഈ കോൺഗ്രസിന് UDFന്റെ എതിർഭാഗത്തുള്ള ആളുകൾ എപ്പോഴും പറയുക, ഇവിടെ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ പടലമിണക്കമല്ലേ, പിന്നെ എങ്ങനെയാ അത് ചില യുവാക്കള്, അതായത് ഇവരെ ഈ UDFൽ തന്നെ ചില യുവാക്കൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ അവരുടെ പ്രതികരണങ്ങളിൽ വരാറുണ്ട്, ഒറ്റക്കെട്ടായി നിന്നാൽ ഏത് മലയും കീഴടക്കാമെന്ന്. ഇവരിപ്പോ ഒറ്റക്കെട്ടാണ്. കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് അറഞ്ഞിക്കൽ ആനന്ദേട്ടാ, വലിയ പ്രതീക്ഷ നിങ്ങൾക്കുണ്ടെന്ന് തോന്നുന്നല്ലേ? എങ്ങനെയൊക്കെയാണ് ഇപ്പൊ നിങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ എല്ലാം ആയിക്കഴിഞ്ഞു, ഇനി പ്രചരണം എങ്ങനെ കുഴിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്? ഇവിടെ ബഷീർ മാഷ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഇന്നലത്തെ ചർച്ചയോടുകൂടി ഞങ്ങളെ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത് ഞങ്ങളുടെ ആരാധനായ MLA ശ്രീ നജീബ് കാന്തരവും ഞങ്ങളുടെ KPCC ജനറൽ സെക്രട്ടറി ശ്രീ V ബാബുരാജുമാണ്. 1.5 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ ചർച്ച പൂർത്തിയാക്കിയത്. അതിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾ നഗരസഭ പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ഞങ്ങളെ മുന്നിലുള്ളത്. അത് കോൺഗ്രസ് എന്നോ ലീഗ് എന്നോ മറ്റ് ഘടകകക്ഷികളെന്നോ ഒന്നുമില്ല, ഒറ്റക്കെട്ടായി ഞങ്ങൾ മുന്നോട്ട് പോവാണ്. ഇവിടെ മാഷ് സൂചിപ്പിച്ചു, ഞങ്ങൾ ഇന്നലെ രാത്രി മുതൽ ഞങ്ങൾ ഒരു പാർട്ടിയാണ്, UDF എന്ന ഒറ്റ പാർട്ടി. ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നമ്മൾ ചർച്ചകൾ നടത്തി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമര പരിപാടികൾക്കും അതോടൊപ്പം തന്നെ മറ്റ് കൺവെൻഷനുകൾ, മറ്റ് കൊഴിപ്പിക്കൽ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്ത് പദ്ധതി ഇങ്ങനെ തയ്യാറാക്കി സ്റ്റെപ്പായിട്ടാണ് ഞങ്ങൾ പരിപാടികൾ നടന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പടലപ്പിണക്കും ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരു പ്രവർത്തകനും ഒരു മാനസിക ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഞങ്ങൾ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞങ്ങളെ 37 സ്ഥാനാർത്ഥിമാരും റെഡിയാണ്. ഞങ്ങൾ പ്രഖ്യാപിച്ചാൽ മാത്രം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന പിറ്റേ ദിവസം ഞങ്ങളെ 37 സ്ഥാനാർത്ഥിമാരെ ഞങ്ങൾ നിരത്തി നിർത്തും. അങ്ങനെ ഐക്യകണ്ഠേനയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് ഇല്ല, ലീഗ് ഇല്ല, പിന്നെ മറ്റ് ഘടകകക്ഷിയില്ല, UDF എന്ന UDF സംവിധാനത്തിലാണ് പോകുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ തെരഞ്ഞെടുപ്പ് വരുന്നതോടുകൂടി എല്ലാം തീർന്നു മുന്നോട്ട് പോകണം. ഓരോ വാർഡുകളിലും ഞങ്ങൾ കൺവെൻഷൻ നടത്തി ഞങ്ങൾ ആ വാർഡിലെ ആളുകളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് ഐക്യകണ്ഠേന ആ ആളുകളുടെ ഒക്കെ ഏക സ്വരത്തോടു കൂടിയാണ് ഞങ്ങൾ ഓരോ സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ചിട്ടുള്ളത്. അല്ലാണ്ട് ഞങ്ങൾ ഇവിടെ നൂലിന് കെട്ടി ഇറക്കുന്ന സ്ഥാനാർത്ഥിമാരാണ്. വാർഡിലിറങ്ങിയ വാർഡിലെ ആളുകളുടെ അഭിപ്രായങ്ങൾ കേട്ട് UDF പ്രവർത്തകർ ഒന്നിച്ച് നിന്നുകൊണ്ട് ഞങ്ങളെ സ്ഥാനാർത്ഥി ഇതാണ് എന്ന് ഞങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നാട്ടുവോട്ട് എന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് സ്വന്തം നാട്ടുകാരന് വോട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു വലിയ അവസരമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പറയുന്നത്. അപ്പോൾ തദ്ദേശ പോരാട്ടത്തിന് പെരിന്തൽമണ്ണ നഗരസഭയിൽ UDF പൂർണ്ണ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി പ്രഖ്യാപനം കൂടി വന്നാൽ മതി എന്നാണ് മുസ്ലിം ലീഗ് നേതാവ് നാലകത്ത് ബഷീറും കോൺഗ്രസിന്റെ നേതാവ് അറഞ്ഞിക്കൽ ആനന്ദനും പറയുന്നത്. ഏതായാലും ഒരു വലിയ പ്രതീക്ഷയിലാണ്. ഒരുപക്ഷെ 30 വർഷമായി LDFന്റെ കോട്ട എന്ന് തന്നെയാണ് പെരിന്തൽമണ്ണയെ വിശേഷിപ്പിക്കാൻ കഴിയുക. EMSന്റെ നാട് എന്നൊക്കെ പറഞ്ഞ് ലോകമറിയുന്ന പെരിന്തൽമണ്ണ ഒരിക്കലും ഞങ്ങൾ വിട്ടു നൽകില്ല എന്ന രീതിയിലാണ് എപ്പോഴും LDF പ്രവർത്തകർ പറയാറ്. പക്ഷേ പല കാര്യങ്ങളും ഇവർ വികസന കാഴ്ചപ്പാടും മറ്റു കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ഇത്തവണ ഉറപ്പായിട്ടും UDF ഒറ്റക്കെട്ടായി മത്സര രംഗത്തിറങ്ങി പെരിന്തൽമണ്ണ നഗരസഭയിൽ ഭരണം പിടിക്കുമെന്ന് 100% 101% ഉറപ്പു പറയുകയാണ് മുസ്ലിം ലീഗ് നേതാവ് നാലകത്ത് ബഷീർ. അതുകൂടാതെ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അറഞ്ഞിക്കൽ ആനന്ദനും പറയുന്നത് ഒറ്റക്കെട്ടായി ഓരോ വാർഡുകളും ജയിക്കേണ്ട വാർഡുകളായി തന്നെ തെരഞ്ഞെടുത്ത് കൃത്യമായ രീതിയിൽ പ്രചാരണം കൊഴുപ്പിച്ച് ഓരോ വാർഡുകളും പിടിച്ചെടുക്കാനുള്ള, ആ ഓരോ വാർഡുകളിൽ ജയിക്കാനുള്ള മത്സര രംഗത്തേക്കാണ് ഇറങ്ങുന്നതെന്നാണ് രണ്ടുപേരും പറയുന്നത്. ഏതായാലും നിങ്ങളുടെ പ്രതീക്ഷ, നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ എന്താണോ വെക്കുന്നത് ജനങ്ങളാണത് സ്വീകരിക്കേണ്ടത്. നിങ്ങൾ പറയുന്ന ഭാഗം ജനങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾ ജയിക്കുന്നു. നിങ്ങൾ പറയുന്നത് സ്വീകരിക്കണമോ തള്ളണോ എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷ പോലെ ജനം തീരുമാനിച്ചാൽ നിങ്ങൾ ഭരണത്തിലേറും.
എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വിടുകയാണ്. ആര് ഭരിക്കണം, ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ജനം തീരുമാനിക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ നമുക്ക് ശക്തമായ പ്രതിരോധം തീർക്കാം. കെട്ടിക്കിടക്കുന്നത് മലിനവുമായ ജലാശയങ്ങൾ, പാറക്കുളങ്ങൾ, പായൽ പിടിച്ച ജലാശയങ്ങൾ, കന്നുകാലികളെ കുളിപ്പിക്കുന്ന കുളങ്ങൾ എന്നിവിടങ്ങളിൽ മുഖം കഴുകുകയോ നീന്തുകയോ കുളിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. കിണറുകൾ ശാസ്ത്രീയമായ നിലയിൽ ക്ലോറിനേറ്റ് ചെയ്യണം. വാട്ടർ തീം പാർക്കുകളിലെ പൂളുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും അവയുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. വീടുകളിലെയും ജലവിതരണ സ്രോതസ്സുകളിലെയും ജലസംഭരണികൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. മൂക്കിലൂടെയാണ് ബ്രെയിനിലേക്ക് അമീബ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓർക്കുക, മൂക്കിലേക്ക് വെള്ളം കയറുകയോ മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. ഉറപ്പാക്കാം ജലശുദ്ധി, ഉറപ്പാക്കാം ആരോഗ്യം.